പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി പുത്രനായ യേശുനാഥനാണെന്ന് യേശു വ്യക്തമാക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ജീവദായകമാണ്, മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. യേശുനാഥൻ വഴി കാണിച്ചു തരുന്നുണ്ട്, മാതൃക കാണിച്ചു തരുന്നുണ്ട്, വചനങ്ങൾ നൽകുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നാം തെറ്റുകളിലും പ്രലോഭനങ്ങളിലും വീണുപോകുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. അപ്പോൾ ബൈബിൾ ദൈവവചനമാണ്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശങ്ങളാണ്. 2 തിമോത്തി 3:16 വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അപ്പോൾ അനുദിനം നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ലിഖിതങ്ങൾ ചെയ്യുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾക്ക്, അതായത് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ദൈവിക ശക്തിയുണ്ട്. വിശുദ്ധ യോഹന്നാൻ 1:1 പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം ദൈവം തന്നെയാണ്. അതുകൊണ്ട് വചനത്തിന് ദൈവിക ശക്തിയുണ്ട്. ഈ വചനത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം തെറ്റുകളിൽ വീണുപോകുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കാത്തത്? നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ ആ വചനം നമ്മുടെ ഓർമ്മയിൽ വരികയും നാം അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ വചനം നമ്മിൽ വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വചനം നമ്മിൽ വസിക്കാത്തത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 38 തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ പിതാവായ ദൈവം അയച്ച പുത്രനായ യേശുവിനെ നാം വിശ്വസിക്കാത്തത് കൊണ്ടാണ് യേശുവിൻ്റെ വചനം നമ്മിൽ വസിക്കാത്തത്. യേശു പറയുന്നുണ്ട്, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് നാം പറയുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ മടിക്കുകയും ചെയ്യുന്നവരാണ് നമ്മിൽ പലരും. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മെ കണ്ടിട്ട് യേശുനാഥൻ പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി, അതായത് നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ദൈവത്തിലും ദൈവവചനങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.